നമസ്കാരം. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഗാർഹിക പാചകവാതക ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന നിർണായകമായ മാറ്റങ്ങൾ 2026 ഏപ്രിൽ മാസം മുതൽ പ്രാബല്യത്തിൽ വരാൻ ഒരുങ്ങുകയാണ്. നിലവിലുള്ള വിതരണ രീതികളിലും സിലിണ്ടറിന്റെ അളവിലും വലിയ തോതിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. അടുത്തയാഴ്ച മുതൽ ഈ മാറ്റങ്ങൾ നടപ്പിലാകുമെന്ന മുന്നറിയിപ്പുകൾ ഇതിനോടകം തന്നെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും ആഭ്യന്തരമായിട്ടുള്ള ഇന്ധന ലഭ്യതയും കണക്കിലെടുത്താണ് ഇത്തരമൊരു നീക്കത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത്. സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ ബാധിക്കുന്ന ഈ തീരുമാനങ്ങൾ സുതാര്യമായിട്ട് നടപ്പിലാക്കാനാണ് വിതരണ കമ്പനികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. നിലവിൽ ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള ഇടവേളകളിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വാർത്ത. നിലവിലെ നിയമപ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ ഒരു സിലിണ്ടർ വാങ്ങി 45 ദിവസത്തിന് ശേഷവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസത്തിന് ശേഷവുമാണ് അടുത്ത ബുക്കിംഗ് അനുവദിക്കുന്നത്. എന്നാൽ ഏപ്രിൽ മാസം മുതൽ ഈ കാലയളവ് പുനർനിർണ്ണയിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ധനക്ഷാമം നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ബുക്കിംഗ് കാലാവധി ഒന്നെങ്കിൽ ദീർഘിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ആവശ്യകത അനുസരിച്ച് അത് ക്രമീകരിക്കാനോ വിതരണ കമ്പനികൾക്ക് അധികാരം ഒരുപക്ഷെ ലഭിച്ചേക്കാം. ഏതായാലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ ഉടൻ തന്നെ ഉപഭോക്താക്കളിലേക്ക് വിതരണ കമ്പനികളിൽ നിന്നും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാചകവാതക വില വർധനവ് അത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി തന്നെ ഇപ്പോൾ തുടരുകയാണ്. മാർച്ച് മാസത്തിൽ മാത്രം സിലിണ്ടറിന് ഒന്നിന് 60 രൂപയോളമാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു സിലിണ്ടറിന് നിലവിൽ 922 രൂപയോളം നൽകേണ്ടി വരുന്നുണ്ട്. ഇതിന് പുറമെ ഏജൻസികൾ ഈടാക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജുകൾ കൂടി ചേരുമ്പോൾ സാധാരണക്കാരന്റെ പോക്കറ്റ് ചോരുന്ന അവസ്ഥയാണ്. ദൂരപരിധി അനുസരിച്ച് 50 രൂപ മുതൽ 70 രൂപ വരെ അധികമായിട്ട് നൽകേണ്ടി വരും. ഏപ്രിൽ മാസത്തിലും വിലയിൽ ചെറിയ തോതിലുള്ള വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ വരുന്നത് ജനങ്ങളിൽ ഇപ്പോൾ കൂടുതൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ ആലോചിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം അനുകൂലമല്ല. ഇന്ധനക്ഷാമം പരിഹരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പുതിയ നിർദ്ദേശം സിലിണ്ടറിലെ ഇന്ധനത്തിന്റെ അളവ് കുറയ്ക്കുക എന്നതാണ്. നിലവിൽ 14 കിലോഗ്രാമോളം ഭാരമുള്ള സിലിണ്ടറുകൾക്ക് പകരം 10 കിലോഗ്രാം മാത്രം ഇന്ധനം നിറച്ച സിലിണ്ടറുകൾ വിതരണം ചെയ്യാനാണ് ഇപ്പോൾ ആലോചന. എല്ലാവർക്കും ഇന്ധനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ റേഷനിങ് രീതി ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ അളവ് കുറച്ച് നൽകുന്ന സിലിണ്ടറുകൾ തിരിച്ചറിയുന്നതിനായിട്ട് പ്രത്യേകത്തിലുള്ള സ്റ്റിക്കറുകളൊക്കെ തന്നെ പതിപ്പിക്കും. 14 കിലോഗ്രാം സിലിണ്ടറിൽ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് താൽക്കാലിക ആശ്വാസമായിട്ട് ഈ ചെറിയ അളവിലുള്ള സിലിണ്ടറുകൾ സ്വീകരിക്കേണ്ടി വരും. ഇന്ധനത്തിന്റെ അളവ് കുറയുന്നതോടെ ഏകദേശം 600-700 രൂപ നിരക്കിലൊക്കെ തന്നെ ഈ സിലിണ്ടറുകൾ ലഭ്യമായി. ഏതായാലും വരും മാസങ്ങളിൽ രാജ്യമെമ്പാടും പാചകവാതക ക്ഷാമം രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലാണ് ഈ അടിയന്തര നീക്കങ്ങൾക്ക് പിന്നിൽ. സംസ്ഥാനത്തെ വിതരണ ശൃംഖലയെ ഇത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ബാധിച്ചേക്കാം. അതിനാൽ തന്നെ നിലവിൽ നിശ്ചിത ബുക്കിംഗ് കാലാവധിയൊക്കെ കഴിഞ്ഞവർ എത്രയും വേഗം തങ്ങളുടെ സിലിണ്ടറുകൾ റീഫില്ല് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അവസാന നിമിഷം ഉണ്ടാകാൻ ഇടയുള്ള തിരക്കും ലഭ്യതക്കുറവുമൊക്കെ തന്നെ ഒഴിവാക്കാൻ മുൻകൂട്ടിയുള്ള ബുക്കിംഗ് പ്ലാനിംഗ് ഒക്കെ തന്നെ സഹായിക്കും. ഏതായാലും പുതിയ ക്രമീകരണങ്ങൾ വരുന്നതോടെ വിതരണത്തിൽ ഉണ്ടായേക്കാവുന്ന കാലതാമസം കണക്കിലെടുത്ത് ഉപഭോക്താക്കളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഡിജിറ്റൽ സേവനങ്ങൾ വർദ്ധിച്ചതോടെ പാചകവാതക ബുക്കിങ്ങിന്റെ മറവിൽ നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെയും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ അധികൃതർ നൽകുന്നുണ്ട്. കമ്പനികളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ, ടോൾ ഫ്രീ നമ്പറുകൾ അല്ലെങ്കിൽ വാട്സപ്പ് അക്കൗണ്ടുകൾ എന്നിവ വഴി മാത്രം ബുക്കിംഗ് നടത്തുക. സോഷ്യൽ മീഡിയ വഴിയോ വാട്സപ്പ് വഴിയോ ലഭിക്കുന്ന അപരിചിതമായിട്ടുള്ള ലിങ്കുകളിൽ കയറി ക്ലിക്ക് ചെയ്യുകയോ സംശയാസ്പദമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫയലുകൾ, APK ഫയലുകൾ, ആൻഡ്രോയിഡ് ഫയലുകളൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യുകയോ. മാത്രമല്ല ഔദ്യോഗിക ഏജൻസികളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി സ്ഥിരീകരിക്കുന്നത് വഴി സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. കൃത്യമായ ഇത്തരം മുന്നറിയിപ്പുകൾ ഗൗരവത്തോടെ കാണുന്നത് വഴി ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ ഫലപ്രദമായിട്ട് നേരിടാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത്. എല്ലാവരിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.